ഇനി നമ്മളൊരു അനിമേഷൻ സൂവിലേക്കാണ് പോകുന്നത് കേട്ടോ. ഉം ഉം ഉം. അവിടെ കുറേ പിക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് ഉള്ളിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രാക്ഷൻ ആണ്. അതായത് നമ്മൾ എങ്ങനെ പെരുമാറുന്നോ അതിനനുസരിച്ച് തിരിച്ച് അനിമേഷനിലുള്ള ജീവികൾ ഇങ്ങോട്ടും പറയും. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഡിസ്റ്റർബൻസ് ആകും. അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. അവരപ്പോൾ അത് ഇമെയിൽ അയച്ചു തരുമെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. ഉം ഉം ഉം. പക്ഷെ നമുക്ക് ഇമെയിൽ കിട്ടിയില്ല. ഇനിയിപ്പോൾ സൈസ് ഉള്ള അതിൻ്റെ പ്രശ്നമാണോ ഇതാണോ, നമ്മൾ ഇമെയിലൊക്കെ അവിടെ എഴുതി വെച്ചിരുന്നു. കണ്ട ഈ ഒരു സൂവിൽ അപ്പോൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന അനുസരിച്ചാണ് അവരും ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെയും മുന്നിലേക്ക് നടക്കുക. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ എന്ത് ബിൽഡിങ്ങാ? ഒറിജിനൽ ബിൽഡിംഗ് അല്ല, എല്ലാം സെറ്റാണ്. എല്ലാം സെറ്റാണ്. പിന്നെ ഇവിടെ ഈ ഭാഗത്തൊരു കഫറ്റീരിയ ഒക്കെ ഉണ്ട്, നമുക്ക് കഴിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് ഭക്ഷണം കിട്ടില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. കുറച്ചധികം പ്രൈസ്ഡ് ആണ്. അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നതാണല്ലോ, അപ്പൊ അങ്ങനെ ആവൂലോ. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പ്രൈസ്ഡ് ആണ്, കുഴപ്പമില്ല. അത്യാവശ്യം വേണ്ട ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഉം ഉം ഉം. നേരെ കാണുന്ന ആ ബിൽഡിംഗ് ഒക്കെ കണ്ടോ, നോക്കിക്കേ. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട പോലെ ഒറിജിനലാണ് എന്നേ തോന്നുള്ളൂ അല്ലേ? Yes, സെറ്റ് of ഇട്ടതാണെന്ന് ഒന്നും തോന്നൂല. നമുക്ക് ഉള്ളിലേക്ക് പലതിന്റെ എൻട്രൻസ് ഇല്ല, കാരണം സെറ്റ് ഇട്ടത് എല്ലാവരും ഇടിച്ചു പൊളിച്ച് കളഞ്ഞാലോ. അതെ നമുക്ക് പെട്ടെന്ന് സെറ്റാന്ന് മനസ്സിലാവില്ല ഒറിജിനൽ പടുത്ത് വെച്ചാൽ. ഇതൊക്കെ പഴയ സിനിമകളിലൊക്കെ ഓരോ സ്ഥലത്തേക്കും പോകുന്ന ഡയറക്ഷനൊക്കെയാണ് കാണിച്ചേക്കണേ അല്ലേ? അതെ അതെ. കണ്ടോ ഈ ബിൽഡിങ്ങുകളൊക്കെ. ഇതിൽ ഒരെണ്ണത്തിലേക്ക് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപോകാൻ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നും നമ്മൾ മിസ് ചെയ്തില്ല. പരമാവധി എല്ലാം തന്നെ നമ്മൾ കാണാനും നമ്മൾ വീഡിയോയിൽ പകർത്താനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതെ ഇത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടോടാ. യെസ്. പിന്നെ പഴയ സിനിമകളിലുള്ള സെറ്റുകളും അതും ഇതൊക്കെയാണ് ദേ ഇവിടെ കാണുന്നത്. എല്ലാം ഒരുമിച്ചാണ്. പക്ഷേ എങ്ങനെ സിനിമയുടെ സംവിധായകൻ ആ ആംഗിൾ വെച്ച് ഷൂട്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് അങ്ങനെയാണ് അത് മാറും. അത് മാത്രമല്ല ആ അവിടെ സെറ്റ് ഇട്ടേക്കണ ആ സിനിമ കാര്യങ്ങളെല്ലാം അവർ കറക്റ്റായിട്ട് അതിൽ പൊളിച്ചൊന്നും കളയാതെ മെയിൻറ്റെയിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. അതെ അതെ. ഈ സെറ്റൊക്കെ കാണുമ്പോൾ അറിയാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താന്ന് പറഞ്ഞാലില്ലേ, അപാരമായ വൃത്തിയാണ്. എല്ലാം ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മെയിൻ്റെനൻസ് ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കണം, അല്ല നിൽക്കില്ലല്ലോ. ഇവിടെ നമ്മളൊരു ചെറിയ ഷോ കാണാൻ വേണ്ടി കയറിയിരുന്നു അല്ലേ? നമുക്ക് മുന്നോട്ടുള്ള വീഡിയോയിൽ കാണാം അല്ലേ, ചെറിയ ഷോ. ആ ആ ഷോ കഴിഞ്ഞ് നമ്മൾ ഈ ആ ഭാഗത്ത് തന്നെ നിന്നുകൊണ്ടൊന്ന് ഷൂട്ട് ചെയ്യണം. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ടൗൺ ആണെന്നല്ലേ തോന്നുള്ളൂ. ഉറപ്പായിട്ട് ഇത് സെറ്റാന്ന് ഒരിക്കലും പറയത്തില്ല. അതെ. ഇതിന് ശേഷം നമ്മളൊരു മൂവി മേക്കിംഗ് ആർട്ട് ഇതിലേക്കാണ് പോകുന്നത്. നീ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നു. ഇതല്ലേ? ഇത് തന്നെ. ഇവിടെ എങ്ങനെയാണ് മൂവി പ്രിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. അവരുടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഉണ്ട് അവർ തന്നെ. മൂവി മേക്കിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഇവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ട് ആ പയ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു അല്ലേ? ഇനി നമുക്ക് ആ ഷോയിലേക്ക് പോകാം. 250 people sitting at 250 se bhi zyada log baithe hain. This can't be the voice of 250 for sure. Can we try again please? A very good afternoon. Much better. Trust me to maintain this energy throughout the day if you want to see everything that this film city has to offer. So ladies and gentlemen, वेलकम टू दी एक्शन थिएटर. एक्शन में आप सबका स्वागत है. मेरा नाम एंथनी है. मैं आपका होस्ट रहने वाला हूँ शो के लिए. So my name is Anthony. I'll be your host for this particular action theater show this afternoon. So I would like to tell all of you that you're sitting inside a shooting theater. आप जहाँ पे भी बैठे हो, ये एक shooting theater है और हमारा movie making process का पहला stage भी. This is the first stage of the movie making process and we call this stage as शूटिंग स्टेज. हम इस स्टेज को शूटिंग स्टेज कहते हैं जहां सिर्फ और सिर्फ हम अपनी मूवीज की जो वीडियो वाला हिस्सा होता है वो हम यहां शूट करते हैं. So we only shoot the video segments of the movies that you see on the big screen. So as you all know, we're going to learn about the movie making process, right? Movies कैसे बनाते हैं वो हम भी देखने वाले थे. एक छोटा सा मूवी बनाना तो बनता ही है. तो उस मूवी का डायरेक्टर तो हूं मैं, बट मुझे कास्ट चाहिए आप लोग में से. फ्रॉम द ऑडियंस आई नीड 3 कास्ट अबव द एज ऑफ 18. 18 साल की उम्र के ऊपर मुझे 3 लोग चाहिए जो मेरे मूवी में एक्टिंग करेंगे. So can I see some hands please? Don't come, just have a seat. Raise your hands from your seats. That's on the initial first, second, third rows. कौन है? आ जाओ.
Yes, somebody in the middle rows, please. Middle rows. Yes, somebody with the red cap. Babajo. Can I have one member from the last 1 or 2 rows? Last के 1-2 rows से कोई? Yes, somebody from that. Thank you. Have a seat, sir. Have a seat. कोई बात नहीं, हमारा हीरो आ रहा है. चलो, come down from there. Yes, you'll find a set of stairs. Have a seat. Have a seat. I've already called him, sir. You have to take from every row. He's not able to understand. Tension, क्योंकि आप already बड़े पर्दे पे आ गए. Then on the big screen, the audience can see you. So give your best performance, please. Yes, left, right, बाइक को move कीजिए. Right and से accelerate करते रहना है. Yes, sir, आप enjoy कर रहे हो right को. Tension, चोरी करके भाग रहे हैं. Yes, left, right, बाइक को move करते रहिए. और दांत अंदर sir, Pepsodent का ad नहीं है. Yes, perfect. Keep moving the bikes left and right. Keep on accelerating. क्या हुआ, आप दुखी लग रहे हो? Tension में देखना है. Yes, चोरी करके भाग रहे हैं हम. और कभी कभी पीछे भी देखना है. क्या पता पीछे से पुलिस आ गए और आपको पता ही ना चले. So all three of you, look behind together. एक साथ पीछे देखो, पीछे. Yes, perfect. So ladies and gentlemen, एक बात. For the first time, sound effects was introduced in our industry. So I'm about to play a couple of sounds और आपको guess करना है कि वो किस किस चीज की आवाजें हैं. Yes, किसका आवाज है? Thunder. Yes, wind. हवा. Yes, बारिश और वर्षम. So what do we use? A simple sand, a simple white cloth and a metal sheet, and we can really make sounds with them in our movies. So watch this very small clip right now for a better understanding of the process. चोर चोर नहीं चोर मेरा बैग चोर चोर कोई है प्लीज somebody help me चोर मेरा बैग लेके भाग रहा है चोर My premiere show as well, and my stars. If you want to collect your clip on the exit left hand side, your clips are available. And from the audience, if somebody is interested in the same movie and आपको same movie बनाना है, तो आप भी exit जाके left side खुद की movie बना सकते हैं. Thank you. അങ്ങനെ മൂവി മേക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ആ ഫ്രണ്ടിലേക്ക് എത്തിച്ചേർന്നു.